ഓം തപോവനം ശ്രീ സത്യസായി സച്ചരിതം അധ്യായം 4. സായി പുഷ്പിക്കുന്നു. ശേഷമ്മരാജു വിവാഹം കഴിച്ചു. കടപ്പ ജില്ലയിലെ കമലാപുരത്തെ പശുമാർത്തി വെങ്കടരാജുവിൻ്റെ സഹോദരിയെ തൻ്റെ ഇളയ സഹോദരന് ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന കാര്യത്തിൽ ശേഷമ്മരാജുവിന് വ്യഗ്രതയുണ്ടായിരുന്നു. അതിനാൽ സത്യനെ കമലാപുരത്തേക്ക് കൊണ്ടുവന്നു. സ്ഥലത്തെ ഹൈസ്കൂളിൽ ചേർത്തു. പക്ഷെ സംഭവിച്ചത് ഇങ്ങനെ: അധ്യാപക പരിശീലനത്തിനായി ശേഷമ്മരാജു സ്വയം അവിടുന്ന് പോകേണ്ടി വന്നു. പുഷ്പഗിരി ഉത്സവം. സത്യൻ ഹൈസ്കൂളിൽ ചേർന്ന് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ പുഷ്പഗിരിയിലെ വാർഷികോത്സവം സമാഗതമായി. സമീപത്തുള്ള ക്ഷേത്രനഗരമാണ് പുഷ്പഗിരി. ഉത്സവവേളയിൽ സേവനത്തിന് വേണ്ടി ഡ്രിൽ മാസ്റ്റർ ഒരു സ്കൗട്ട് സംഘം സ്കൂളിൽ രൂപീകരിച്ചു. സത്യൻ സ്വയമേവ സംഘത്തിൽ ചേർന്നു. പണമില്ലെങ്കിലും സേവനം ചെയ്യാൻ കഴിയുമല്ലോ എന്നായിരുന്നു സത്യൻ ചിന്തിച്ചത്. പണമില്ലാത്തതിനാൽ സംഘത്തോടൊപ്പം പുഷ്പഗിരിയിൽ പോയില്ല. ആ ദൂരം മുഴുവൻ കാൽനടയായി ഒറ്റയ്ക്ക് പോവുകയായിരുന്നു. ആഹാരം വാങ്ങി കഴിക്കാൻ പണമില്ല. അതിനാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദിവസവും ഉപവാസമായി. ഇക്കാര്യം അധ്യാപകരോട് സുഹൃത്തുക്കളോട് സത്യൻ പറഞ്ഞതുമില്ല. സംഘത്തോടൊപ്പം എല്ലാ സാമൂഹിക സേവനങ്ങളിലും ബാലൻ ആഹ്ലാദപൂർവ്വം പങ്കെടുത്തു. ആഹാരം കഴിച്ചോ എന്ന് ആരെങ്കിലും തിരക്കിയാൽ സത്യൻ കൈത്തലം അവരെ മണപ്പിക്കും. പരിശുദ്ധമായ നെയ്യിൽ ഉണ്ടാക്കിയ മധുരപലഹാരങ്ങളിലെ സുഗന്ധമായിരുന്നു കൊച്ചു തൃക്കൈയിൽ. ഏതോ ബന്ധുക്കളുടെ ഗൃഹത്തിൽ നിന്നും സത്യൻ ആഹാരം കഴിച്ചു കാണുമെന്ന് അതോടെ സുഹൃത്തുക്കളും വിശ്വസിക്കും. സത്യൻ ഉൾപ്പെടെ തൻ്റെ കൂടെയുള്ള കുട്ടികൾക്കെല്ലാം സ്കൗട്ട് മാസ്റ്റർ തുല്യമായി ജോലി വീതിക്കും. സത്യൻ മറ്റുള്ളവരുടെ അത്ര ബലിഷ്ഠകായനല്ലെങ്കിലും കാണാതെ പോയ കുട്ടികളെ മാതാപിതാക്കളുടെ അടുത്തെത്തിക്കുക, തീർത്ഥാടകർക്ക് കുടിവെള്ളം കൊടുക്കുക, വൈദ്യ സഹായം ഏർപ്പെടുത്തുക, പ്രഥമ ശുശ്രൂഷ നൽകുക, ഇതൊക്കെയായിരുന്നു സത്യനെ ഏർപ്പെടുത്തിയിരുന്ന സേവനങ്ങൾ. സമർപ്പണ ബുദ്ധി, നിരന്തര പ്രയത്നം ഇവയാൽ സത്യൻ സാമൂഹ്യ സേവകൻ എന്ന നിലയിൽ ഉത്തമ മാതൃകയാകുമായിരുന്നു. പുഷ്പഗിരി ഉത്സവത്തിൽ സത്യൻ സ്കൗട്ട് സംഘത്തിലെ ഉജ്ജ്വല പ്രവർത്തകനായി. ഇന്ന് ലോകമെങ്ങും മഹനീയമായ സേവനം നൽകുന്ന ശ്രീ സത്യസായി സേവാദളിൻ്റെ മുൻ രൂപമായിരുന്നു അതെന്ന് സംശയമില്ല. ശേഷമ്മരാജു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കി. ഉറവക്കൊണ്ടയിൽ തെലുങ്ക് അധ്യാപകനായി നിയമിതനായി. അധ്യാപകൻ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ബാലലീലകൾ അദ്ദേഹം ക്ലാസ്സിൽ വിവരിക്കുമായിരുന്നു. പക്ഷേ തൻ്റെ ഗൃഹത്തിൽ തന്നെ ഈശ്വരാവതാരം ആടുന്ന ബാലലീലകളുടെ അർത്ഥം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഭൂതപ്രേതാദികളുടെ ആവേശമാണ് ബാലൻ എന്ന അദ്ദേഹവും പിതാവും തെറ്റിദ്ധരിച്ചു. കൊച്ചു സഹോദരനെ തൻ്റെ സംരക്ഷണയിൽ വിശ്വസിച്ചേൽപ്പിച്ചാൽ വടിയുടെ ആവശ്യത്തിനുള്ള പ്രയോഗം വഴി എല്ലാം ശരിയാക്കാമെന്ന് ശേഷമ്മ വിശ്വസിച്ചു. വിഷാദഭരിതമായ മനസ്സുമായി പാവം ഈശ്വരാമ്മ തൻ്റെ ഓമന മകനെ ഉറവക്കൊണ്ടയിലേക്ക് അയക്കാൻ സമ്മതിച്ചു. ഞാൻ എല്ലാവരുടെയും ദാസൻ. ഉറവക്കൊണ്ടയിലെ സ്കൂളിൽ സത്യൻ 8ാം തരത്തിൽ പ്രവേശിച്ചു. മൂത്ത സഹോദരൻ ശേഷമ്മരാജുവിൻ്റെ കൂടെയായിരുന്നു താമസം. വീട്ടിൽ കുടിക്കാൻ ജലമില്ല. മൈലുകൾ അകലെയുള്ള നഗരത്തിലെ കിണറ്റിൽ നിന്നും വേണം ജലം കൊണ്ടുവരാൻ. ദൈനംദിന ആവശ്യങ്ങൾക്ക് വെള്ളം കൊണ്ടുവരാൻ രാവിലെയും വൈകുന്നേരം സത്യന് പോകണം. ഓരോ നേരവും 2-3 തവണ. നീളമുള്ള മുള തോളിൽ വെച്ച് കമ്പിൻ്റെ ഇരുവശത്ത് 2 വലിയ പാത്രങ്ങളും കെട്ടിത്തൂക്കിയാണ് വെള്ളം കൊണ്ടുവരിക. സത്യൻ സ്നേഹശീലനും പരോപകാര തൽപരനുമാണ്. അയൽവാസികൾ പെട്ടെന്ന് മനസ്സിലാക്കി. വളരെ വാത്സല്യപൂർവ്വം അവർ തങ്ങൾക്കും വെള്ളം കൊണ്ടുവന്ന് തരാമോ എന്ന് സത്യനോട് ചോദിക്കും. ബാലനാകട്ടെ വളരെ സന്തോഷപൂർവ്വം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അവധിക്കാലത്ത് സത്യൻ പുട്ടപ്പുറത്തിലെത്തി. ഈശ്വരാമ സത്യനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിൽ. പുത്രൻ്റെ ശരീരത്തിൽ എണ്ണ പുരട്ടുമ്പോഴാണ് തോളിലെ കനത്ത കല്ലിച്ച പാട് ഈശ്വരാമ കണ്ടത്. തൊലിയും കറുത്ത് കരിവാളിച്ചിരിക്കുന്നു. ആകാംക്ഷപൂർവ്വമുള്ള അമ്മയുടെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സത്യം ശ്രമിച്ചു. പക്ഷെ നിർബന്ധിച്ചപ്പോൾ പുഞ്ചിരിയോടെ ബാലൻ പറഞ്ഞു, അതൊരു പക്ഷേ ജ്യേഷ്ഠൻ്റെ വീട്ടാവശ്യങ്ങൾക്ക് വെള്ളം കൊണ്ടുവരുന്നത് മൂലമാവും. ഈശ്വരാമ്മയുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. പ്രേമമയിയായ അമ്മ തിരക്കി. നീ എന്തിനു വെള്ളം കൊണ്ടുവരുന്നു? സത്യന് മറുപടി പറഞ്ഞു, ഉപ്പുരസമുള്ള ജലം കൊണ്ട് അവർക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? അതുകൊണ്ട് ദൂരെ പോയി വെള്ളം കൊണ്ടുവരണം അമ്മേ. അതല്ലെങ്കിൽ തന്നെ ഞാൻ ജനങ്ങളെ സേവിക്കാനായി മാത്രം വന്നതാണെന്നൊരു സത്യമല്ലേ? ഈ ഉത്തരം അമ്മയെ സാന്ത്വനപ്പെടുത്തിയില്ല. ആനിമേരി മാർബഹ, ന്യൂഡൽഹി ജർമ്മൻ എംബസിയിലെ ഉദ്യോഗസ്ഥ. വിഭുവിൻ്റെ പ്രേമമാധുര്യം രുചിക്കാനും രസിക്കാനും മഹാഭാഗ്യം ലഭിച്ച വനിത. പുട്ടപ്പുറത്തി സന്ദർശിച്ചപ്പോൾ ഒരിക്കൽ അവർ ഭഗവാനോട് ചോദിച്ചു, സ്വാമി, എന്താണ് അവിടുത്തെ അവതാരത്തിൻ്റെ യഥാർത്ഥ പ്രകൃതം? അത് മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെടുന്നു. ഭഗവാൻ മൃദുവായി മറുപടി പറഞ്ഞു, ഞാൻ എന്താണ് പറയേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും ദാസനാണ്. വിഭുവിൻ്റെ ഉത്തരം അവരെ പിടിച്ചുലച്ചു. സ്വാമിയുടെ കരുണയോർത്ത് നൊമ്പരത്താൽ നിയന്ത്രിക്കാനാവാതെ അവർ വിതുമ്പി. ബാബ, അവിടുന്ന് എന്താണ് ഇങ്ങനെ പറഞ്ഞത്? സ്വാമി വിശദീകരിച്ചു. പ്രിയപ്പെട്ട കുട്ടി, അതാണ് ഏറ്റവും ലളിതമായ സത്യം. ഓരോരുത്തരും ഓരോ ജോലികൾ ചെയ്യുവാൻ എന്നെ ഏൽപ്പിക്കുന്നു. എല്ലാവരുടെയും ജോലികൾ ചെയ്യുന്നവൻ ആരായാലും അവൻ എല്ലാവരുടെയും ദാസനാണ്. എന്താ അങ്ങനെയല്ലേ? ഭഗവാന്റെ വാക്കുകൾ, പ്രവൃത്തികൾ, അത് ബാല്യത്തിലെയോ ഇപ്പോഴത്തെയോ എന്തായാലും ഒന്നു തന്നെ. സ്വാമി ചെറുപ്പത്തിലെ ജലം പോയി കൊണ്ടുവന്ന് കൊടുത്തു. ഇപ്പോഴും അവിടുന്ന് ശുദ്ധമായ ആരോഗ്യകരമായ കുടിവെള്ളം കൊണ്ടുവരുന്നു. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രവൃത്തിക്ക് പുതുനാമമായി ശ്രീ സത്യസായി കുടിവെള്ള പദ്ധതി. പണ്ട് അയൽവാസികൾ അവിടുത്തോട് അപേക്ഷിച്ചു, മോനെ, ഞങ്ങൾക്കും കൂടി കുറച്ച് വെള്ളം കൊണ്ടുതരും. ഇന്നാട്ടെ അയൽ ജില്ലകൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, ബാബ, ഞങ്ങൾക്കും കുടിവെള്ളം തരുമോ? സീമാതീതമായ പ്രേമത്തോടെ വാത്സ്യത്തോടെ ഭഗവാൻ ഉത്തരമേകുന്നു, ഉവ്വ് ഉവ്വ്, തീർച്ചയായും തീർച്ചയായും.
അവരിൽ ചിലർ പുട്ടപർത്തി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് എവിടെ നിന്ന് അറിയോ പോലുമില്ല. ഇനി അന്വേഷിച്ച് അവിടെ എങ്ങനെ എത്തുമെന്ന് കണ്ടുപിടിക്കണം. തങ്ങളുടെ ഉത്കടമായ വ്യഥയിൽ ക്ലേശഭൂയിഷ്ടമായ പാതകൾ താണ്ടി ബാബയുടെ തങ്ങളുടെ ദിവ്യമാതാവിൻ്റെ സന്നിധി തുണയ്ക്കായി അവർ അണയുന്നു. തീർച്ചയായും കരുണാമയിയായ മാതാവ് പ്രതികരിക്കുന്നു. എൻ്റെ പാവം കുട്ടികൾ എന്നോട് ഇവിടെ വന്നാൽ പ്രാർത്ഥിക്കുന്നത് ആഡംബരപൂർവമായ സദ്യക്കല്ല, ദാഹജലത്തിന് മാത്രം. മാതൃസഹജമായ ഉറപ്പ് പൊടുന്നതിന് ഭഗവാനിൽ നിന്നും വരുന്നു. തീർച്ചയായും ഇതൊരമ്മയുടെ ശബ്ദമല്ല, 1000 അമ്മമാരുടെ ശബ്ദം. തീർച്ചയായും ഇത് 1000 അമ്മമാരുടെ പ്രേമം തന്നെയാണ്. സർക്കാരിൻ്റെ മുഴുവൻ ശ്രമവും എന്തിന് രാഷ്ട്രം മുഴുവൻ ശ്രമിച്ചിട്ട് നേടാനാവാത്ത സ്വാമി ഒറ്റയ്ക്ക് നേടിയെടുത്തു. അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് അവിടുത്തെ മക്കൾ തന്നെ. അവരുടെ ക്ഷേമത്തിനായി കുടിജല വിതരണ പദ്ധതിക്കായി അവിടുന്ന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ജനങ്ങൾ കൃതജ്ഞതയുള്ളവർ. പക്ഷേ അവർക്ക് ഈ അന്തമില്ലാത്ത പ്രേമത്തിൻ്റെ കടം എന്തെങ്കിലും കൊടുത്തു തീർക്കാൻ കഴിയുമോ? ശ്രീ സത്സായി കുടിവെള്ള പദ്ധതി ഇതിനകം 750 ഗ്രാമങ്ങളിലും 11 നഗരങ്ങളിലും എത്തിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിസ്മയകരമായ കാര്യങ്ങളിൽ ഒന്നായി അത് ഗണിക്കപ്പെടുന്നു. 2500 കിലോമീറ്റർ പൈപ്പ് ലൈനിലൂടെ ഒഴുകുന്ന ജലം ആന്ധ്രാപ്രദേശിലെ രായലസീമയിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ദാഹം അകറ്റുന്നു. ആ പൈപ്പ് ലൈനിലെ ഓരോ ജലത്തുള്ളിയും ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ അമൃതുല്യമായ പ്രേമനുണയാം. വാക്കിനൊത്ത് പ്രവൃത്തി. ഉറവക്കൊണ്ടയിലെ സ്കൂൾ ദിവസങ്ങൾ മാനവമൂല്യങ്ങളെ അധികരിച്ച് ഒരു ലഘുനാടകം എഴുതാൻ സത്യൻ പ്രോത്സാഹിതനായി സത്യൻ എഴുതി. അതിന് ഉചിതമായ തലക്കെട്ട് നൽകി. പ്രവൃത്തി വാക്കിനനുസരിച്ച്. വളരെ പണ്ട് എഴുതിയ ആ നാടകത്തിലെ വിഷയം ഇന്നും പ്രസക്തം. രംഗം 1 തുടങ്ങുന്നതിങ്ങനെ: ഒരു സ്ത്രീ ശ്രീമദ് മഹാഭാഗവതം വായിച്ച അർത്ഥം പറയുന്നു. കേൾവിക്കാരായി ഒരു സംഘം സ്ത്രീകളും. അവർ ശക്തരായി പറഞ്ഞു: ശാരീരിക ആരോഗ്യമുള്ള യാചകർക്ക്, മടിയന്മാർക്ക് ഒരിക്കലും ദാനം കൊടുത്ത് പാഴാക്കരുത്. നേരെ മറിച്ച് വികലാംഗരെ, വൃദ്ധരെ, ദുർബലരെ, അശരണായവരെ സഹായിക്കണം. പ്രഭാഷണം കഴിഞ്ഞു. ജനം പിരിഞ്ഞു. അന്ധനായ ഒരാൾ അവിടെ വന്ന് സഹായത്തിനായി യാചിച്ചു. വായനക്കാരി അസ്വസ്ഥനായി യാചകനെ ഓടിച്ചുവിട്ടു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവൻ വിഭൂതിയും പൂശി പാട്ടും പാടി ഒരാൾ ഭിക്ഷ യാചിച്ചെത്തി. പാട്ടിനൊപ്പം കയ്യിലിരിക്കുന്ന സംഗീതവർണ്ണം മീട്ടുന്നുമുണ്ട്. ആ സ്ത്രീ ഉടനെ ഭിക്ഷയായി അരി നൽകി, പണം കൊടുത്തു. മാത്രമല്ല അയാളുടെ പാദങ്ങളിൽ അനുഗ്രഹത്തിനായി നമസ്കരിക്കുകയും ചെയ്തു. അവരുടെ പുത്രൻ കൃഷ്ണൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അസ്വസ്ഥനായ പുത്രൻ തിരക്കി: അമ്മ എന്താണ് കുറച്ചു മുമ്പ് പ്രഭാഷണ സുഹൃത്തുക്കളോട് പറഞ്ഞത്? ഇപ്പോഴെന്താണ് ചെയ്തത്? പുത്രൻ്റെ വാക്കുകൾ വളരെ ക്ഷുഭിതയാക്കി അവർ അട്ടഹസിച്ചു. മിണ്ടാതിരിക്കാൻ ആർക്കെങ്കിലും പറയുമ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കുമോ? രംഗം 2. കൃഷ്ണൻ അച്ഛനൊപ്പം. അച്ഛൻ്റെ ഓഫീസിൽ അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ മേന്മകൾ പ്രകീർത്തിക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും മാറിക്കടന്ന് ഒരുവൻ നല്ല വിദ്യാഭ്യാസം നേടണമെന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തി. പ്രചോദനമേകുന്ന ഈ വാക്കുകളെല്ലാം കേട്ടുകൊണ്ട് പുറത്ത് ജനലിനരികിൽ ഒരു ദരിദ്രബാലൻ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലൻ അകത്തു വന്നു പറഞ്ഞു: സാറേ, നന്ദി. അങ്ങേപ്പോലുള്ള മഹാമനസ്കരുടെ സാമ്പത്തിക സഹായത്തിന് നന്ദി. എനിക്ക് ഈ മാസത്തെ സ്കൂൾ ഫീസ് കൊടുക്കാനായാലും 1 രൂപയുടെ കുറവുണ്ട്. ദയവായി എന്നെ സഹായിക്കാമോ? തൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് ആ മാന്യൻ പറഞ്ഞു. മാത്രമല്ല പേഴ്സ് തുറന്നത് കാലി എന്ന് കാണിക്കുകയും ചെയ്തു. നിരാശനായ വിദ്യാർത്ഥി മടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും കുറേ സഹപ്രവർത്തകർ വന്ന് പുതിയ ഓഫീസർ വരുന്നത് കണ്ട് സ്വീകരണ ചടങ്ങുകൾ മറ്റുമായി സംഭാവനയ്ക്ക് ഇറങ്ങിയതാണ്. അദ്ദേഹം 20 രൂപ നൽകി. എന്നിട്ട് പറയുകയും ചെയ്തു: ഇത്തരം പ്രധാന അവസരങ്ങൾ ഗംഭീരമായി ആഘോഷിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം മൂകസാക്ഷിയായി പുത്രൻ കൃഷ്ണൻ പിതാവിനോട് ചോദിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പുകഴ്ത്തി അച്ഛൻ ധാരാളം സംസാരിച്ചുവല്ലോ. എങ്ങനെയെങ്കിലും വിദ്യാഭ്യാസം നേടണമെന്ന് പറഞ്ഞു. ആ വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി 1 രൂപ കെഞ്ചിയില്ലേ? എന്നിട്ട് അച്ഛൻ അവനെ ഇറക്കി വിട്ടു. നേരെ മറിച്ച് പൊങ്ങച്ചം കാട്ടി പാഴാക്കുന്നതിനായി 20 രൂപ ഒരു മടിയും കൂടാതെ നൽകി. എന്തുകൊണ്ട്? പിതാവിന് കോപം ഇരച്ചു കയറി. ആളുകളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീ സ്കൂളിൽ പോകിൻ. രംഗം 3. കൃഷ്ണൻ ക്ലാസ്സിലിരിക്കുന്നു. അവൻ്റെ അധ്യാപകൻ ഭ്രാന്തിയോടെ കടന്നു വന്നു. ഇന്ന് സ്കൂൾ ഇൻസ്പെക്ടർ വരുന്നുണ്ട്. അദ്ദേഹം കുട്ടികളോട് തുടർന്ന് പറഞ്ഞു: നമ്മളിപ്പോൾ 23 പാഠങ്ങൾ പഠിച്ചു. ഇൻസ്പെക്ടർ ചോദിച്ചാൽ 32 പാഠങ്ങൾ പഠിച്ചെന്നേ പറയാവൂ. ഞാനിപ്പോൾ 33ാമത്തെ പാഠം പഠിപ്പിക്കാൻ പോകുന്നു. പിന്നീട് ഇൻസ്പെക്ടർ ഇവിടെ വരുമ്പോൾ ഞാനിത് വീണ്ടും പഠിപ്പിക്കും. ആദ്യമായി പഠിപ്പിക്കുന്നത് പോലും ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അദ്ദേഹം വരുമ്പോൾ ആവർത്തിക്കും. അങ്ങനെ നിങ്ങൾ ശരി ഉത്തരം കൊണ്ട് അദ്ദേഹത്തിനെ മതിപ്പുണ്ടാക്കാൻ കഴിയും. തെല്ലിട കഴിഞ്ഞ് കൃഷ്ണൻ അധ്യാപകനെ ഒറ്റയ്ക്ക് കാണുന്നു. കുട്ടി ചോദിച്ചു: സർ, ഇന്ന് അങ്ങ് പഠിപ്പിച്ച പുതിയ പാഠം ഹരിശ്ചന്ദ്രനെക്കുറിച്ച്. അനന്തരഫലങ്ങളെ വഹിക്കാതെ സത്യത്തിനായി സർവ്വവും സമർപ്പിച്ച ഹരിശ്ചന്ദ്രനെക്കുറിച്ച്. അത്തരം ഉത്തമനായ ഒരാളെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് പോലും നുണ പറയാനായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് ശരിയോ? ക്രോധാവശ്യത്തിൽ അധ്യാപകൻ അവനെ ശകാരിച്ചു. പറയുമ്പോൾ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? 4ാം രംഗത്ത് കൃഷ്ണൻ പുസ്തകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുന്നു. കുട്ടിയെ പറഞ്ഞ് വശപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ മാതാപിതാക്കൾ അധ്യാപകനെ വരുത്തി. 3 പേരുടെയും സാന്നിധ്യത്തിൽ കുട്ടി പറഞ്ഞു: എന്നെ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെന്ന് സത്യം. പക്ഷെ ഞാൻ കേട്ട ഉപദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ എന്നെ അനുവദിക്കുന്നില്ല. പിന്നെ ഈ പാഠങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? ഞാനൊന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സ്തബ്ധരായി. പക്ഷേ കാര്യം മനസ്സിലാക്കി അവർ പരിതപിച്ചു, പശ്ചാത്താപം പ്രകടിപ്പിച്ചു. ഏതാണ്ട് 12 വയസ്സ് കഷ്ടിച്ചുള്ളപ്പോൾ സത്യം രചിച്ച
ലഘു നാടകത്തിലെ സാരമാണിത്. നാടകം അവതരിപ്പിച്ചപ്പോൾ സത്യൻ കൃഷ്ണന്റെ വേഷമിടുകയും ചെയ്തു. കാപട്യം ഉപേക്ഷിക്കണമെന്ന് ആ വേഷത്തിലൂടെ അവിടുന്ന് ലോകത്തെ അറിയിച്ചു. മാത്രമല്ല, ഓരോരുത്തരും തങ്ങളുടെ വാക്കിനനുസരിച്ച് ജീവിക്കുകയും വേണം. ആ ദിനം മുതൽ ഇന്ന് വരെ അവിടുന്ന് ജനങ്ങളെ ഗുണദോഷിക്കുന്നു. വെറും വാക്കുകൾ കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ വാക്കുകൾ ഉറപ്പിക്കണം. മുഴങ്ങുന്ന ഈ സന്ദേശം ലോകം മുഴുവൻ ഇന്ന് മാറ്റലുകൊള്ളുന്നു. ആ സന്ദേശം ഓരോ സാധകനെയും ആത്മീയോന്നത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. കാണാതെ പോയ കുതിര. സത്യൻ ഉറവക്കൊണ്ടയിൽ പഠിക്കുന്ന കാലം കുതിരവണ്ടി ഓടിച്ച് കാലയാപനം കഴിക്കുന്ന പാവപ്പെട്ട ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. ഒരു ദിവസം അയാളുടെ കുതിരയെ കാണാതെ പോയി. ഏറെ തിരഞ്ഞു, കണ്ടില്ല. ഒടുവിൽ സഹായം തേടി സത്യൻ്റെ അരികിലെത്തി. നഗരത്തിൽ നിന്ന് 1.5 മൈൽ അകലെയുള്ള വനത്തിലേക്ക് പോകാൻ സത്യൻ നിർദ്ദേശിച്ചു. അവർ അങ്ങനെ ചെയ്തു. അവിടെ മേഞ്ഞു നിൽക്കുന്ന കുതിരയെ കണ്ടെത്തുകയും ചെയ്തു. അന്നു മുതൽ നഗരത്തിലെ മുസ്ലിമുകൾക്ക് സത്യനോട് വലിയ ആദരവും സ്നേഹവും വളരാൻ തുടങ്ങി. സത്യൻ്റെ അസാധാരണമായ കഴിവുകളെക്കുറിച്ച് വാർത്തകൾ സർവത്ര പരന്നു. ഇതിനൊക്കെ വളരെയേറെ മുമ്പ് സിദ്ധി ബാബ ഇതുപോലെ അത്ഭുതം കാണിക്കുകയുണ്ടായി. ഔറംഗാബാദ് ജില്ലയിലെ ദൂഖേഡ ഗ്രാമത്തിൽ സമ്പന്നനായ ചാന്ദ്ഭായ് പട്ടേൽ എന്നൊരു മുസ്ലിം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പെൺകുതിരയെ കാണാതായി. കുതിരയെ തിരഞ്ഞ് കണ്ടെത്താനാകാതെ നിരാശനായി തളർന്ന അവശനായി ജീനിയും തോളിലേറ്റി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. സിദ്ധിബാബ പട്ടേലിനെ കണ്ടു. വിഷണ്ണനായ അദ്ദേഹത്തിനോട് ദയവ് തോന്നി അടുത്തുള്ള വയലിൽ പോയി നോക്കാൻ നിർദ്ദേശിച്ചു. പട്ടേൽ അനുസരിച്ചു. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുതിര അവിടെ നിൽക്കുന്നു. ഇനി സമാനമായ ഈ 2 സംഭവങ്ങളുടെയും ഗഹനമായ അർത്ഥം എന്ത്? ആൺകുതിരയോ പെൺകുതിരയോ അത് മനസ്സിലെ പ്രതീകം. മനസ്സ് സദാ ചഞ്ചലം. മനസ്സിൻ്റെ ശരിയായ പ്രകൃതം ഗ്രഹിക്കുന്നതിൽ വിജയിച്ചവൻ ശരിക്കും ചിത്തചോരൻ തന്നെ. അശ്വം എന്നത് കുതിരയുടെ സംസ്കൃത പദം. സദാ ചലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിനർത്ഥം. അശ്വം എന്നാൽ നാം സാധാരണ കുതിര എന്നർത്ഥം സ്വീകരിക്കും. പക്ഷേ അത് പൊതുവായിട്ടുള്ള അർത്ഥം മാത്രം. കുതിര സദാ ചലിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ അതിന് കാല്, അല്ലെങ്കിൽ വാല്, ചെവി, ഇങ്ങനെ സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കും. അതിനാൽ അശ്വം എന്ന പദം സ്ഥൈര്യമില്ലായ്മ, സദാ അസ്വസ്ഥത എന്ന അർത്ഥമാകുന്നു. അശ്വമേധം എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം ഒരുവൻ തൻ്റെ അസ്ഥിരമായ മനസ്സ് ഈശ്വരന് സമർപ്പിക്കുക എന്നാണ്. ഇതുപോലെ തന്നെ അശ്വതം എന്ന സംസ്കൃത പദം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ പരാമർശിക്കുന്നു. വളരെ ചെറിയ തെന്നലിൽ പോലും ആലിൽ ഇല അനങ്ങും. മനുഷ്യ മനസ്സും ഇതുപോലെ തന്നെ. ഉണർവിലും ഉറക്കത്തിലും അത് ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അശ്വമേധം എന്നാൽ മാംസവും രക്തവുമുള്ള അശ്വത്തെ ശാരീരികമായി വധിച്ച് ഈശ്വരന് സമർപ്പിക്കുന്നതല്ലെന്ന് ബാബ അരുളുന്നു. നമ്മിലെ ജന്തുഭാവം ഈശ്വരാർപ്പണമാക്കി ഉപേക്ഷിക്കുകയാണ് ഇതിൻ്റെ ശരിയായ അർത്ഥം. പാവക്കൂത്ത്. സത്യം ഉറവക്കൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം സ്കൂളിന് വേണ്ടി പണം സ്വരൂപിക്കാനായി പ്രധാന അധ്യാപകൻ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. അക്കാലത്ത് പ്രശസ്ത നർത്തകി ഋഷേന്ദ്രമണിയുടേതാണ് പ്രധാന പരിപാടി. നോട്ടീസുകൾ അച്ചടിച്ച് വിപുലമായി വിതരണം ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായ ചില കാരണങ്ങളാൽ നർത്തകിക്ക് വരാനായില്ല. പ്രധാന അധ്യാപകൻ ലക്ഷ്മിപതി ആകെ അസ്വസ്ഥനായി. സത്യൻ അദ്ദേഹത്തെ സമീപിച്ച് പരിഭ്രമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. ഋഷീന്ദ്രമണി ചെയ്യുന്ന നൃത്തത്തിലെ ഇനം ഞാൻ ചെയ്യാമെന്ന് ഉറപ്പുകൊടുത്തു. ഋഷീന്ദ്രമണിയെ പ്രശസ്തമാക്കിയ വിസ്മയകരമായ ഒരു ഇനം ചെയ്യുക വളരെയേറെ ദുഷ്കരമാണ്. അവർ തലയിൽ ഒരു കുപ്പി വയ്ക്കും. അതിന് മുകളിലൊരു തളിക, അതിൽ കത്തുന്ന വിളക്കും. അതിനുശേഷം നൃത്തം തുടങ്ങും. നൃത്തത്തിനടിയിൽ നീലത്തിട്ടിരിക്കുന്ന തുവാല ഋഷീന്ദ്രമണി കുനിഞ്ഞ് ചുണ്ടുകൾ കൊണ്ടെടുക്കും. അതിനേക്കാൾ കൂടുതൽ ചെയ്യാമെന്ന് സത്യൻ അധ്യാപകന് ഉറപ്പു നൽകി. സർ, അവർ ചുണ്ടുകൾ കൊണ്ട് തുവാല എടുക്കുകയല്ലേ ഉള്ളൂ. ഞാൻ കൺബോളുകൾ കൊണ്ട് സൂചി എടുത്തു തരാം. നർത്തകി ഋഷീന്ദ്രമണി തന്നെയാണെന്ന് ദയവായി അറിയിപ്പ് നൽകൂ. ഞാനൊന്ന് പറയണ്ട. വർഷങ്ങൾക്ക് ശേഷം ആ ദിവസം സംഭവിച്ചതെന്ന് സ്വാമി സ്വയം വിശദീകരിച്ചു. എനിക്ക് വേണ്ടതിലധികം വലിയ സാരിയാണ് ധരിക്കേണ്ടി വന്നത്. സ്ത്രീകൾ ധരിക്കുന്ന തരത്തിലുള്ള ഒരു പിന്നൽ മുടിയും അവർ നൽകി. നിങ്ങൾക്കറിയാമല്ലോ, നൃത്തത്തിനടിയിൽ നർത്തകി മുടി ഇരുവശങ്ങളിലേക്ക് മാറ്റും. അതിനാൽ അവർ പിന്നൽ മുടി കട്ടിയുള്ളതുമാക്കി. ഞാൻ നൃത്തം ചെയ്യുമ്പോൾ മുടി താഴെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ അത് ശക്തിയായി തലയിൽ എല്ലായിടത്തും കെട്ടി ഉറപ്പിച്ചു. കണങ്കാലിൽ മണികൾ കോർത്ത് ചരട് കെട്ടി മേക്കപ്പ് സ്ഥലത്തു നിന്നും നൃത്തവേദിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതിനായി അവർ ഒരു പഴയ മോട്ടോർ കാറും ഏർപ്പാടാക്കി. ജനം ഋഷേന്ദ്രമണിയുടെ നൃത്തം നഷ്ടപ്പെടാതിരിക്കാനെ ടിക്കറ്റ് നേടാൻ തിക്കും തിരക്കുമായി. സംഗീതാഭരണങ്ങൾ വായിക്കാൻ ആരംഭിച്ചപ്പോൾ മോഹിപ്പിക്കുന്ന മണിനാദം ഉണ്ടാകാനായി ഞാൻ സൗമ്യമായ പാദം കുലുക്കി. അത് കേട്ട് കാണികൾ ഉന്മാദത്തിൽ തനിയെ മറന്നുപോയി. പ്രധാന അധ്യാപകൻ തലയ്ക്ക് മുകളിൽ ചില്ലുകുപ്പി വെച്ചു. മറ്റൊരു ടീച്ചർ വളരെ സൂക്ഷിച്ച് ദുഃഖത്തോട് താമ്പാളം വെച്ചു. പിന്നെ അതിൽ കത്തുന്ന വിളക്കം. പൊതുവേദിയിൽ വെച്ച് അവർ ഇതെല്ലാം എന്തിനു ചെയ്യുന്നു? സംശയാലുക്കളെ തൃപ്തിപ്പെടുത്താൻ മാത്രം. അല്ലെങ്കിൽ അവർ കരുതി ഇതെല്ലാം എൻ്റെ തലയിൽ ശക്തിയായി സുരക്ഷിതമായി ഉറപ്പിച്ചിരിക്കുകയാണെന്ന്. ജനങ്ങളിലെ തൃപ്തിക്കായി ഇതെല്ലാം അയവായി വെറുതെ വെച്ചിരിക്കുകയാണെന്ന് അവരെ കാണിച്ചു കൊടുക്കണം. എൻ്റെ നൃത്തത്തിനുള്ള പാട്ട് ആരംഭിച്ചു. ഞാൻ സ്റ്റേജിൽ വൃത്താകൃതിയിൽ നീങ്ങി തുടങ്ങി. നൃത്തം ചെയ്യുകയാണെങ്കിൽ പോലും അതിനിടയിൽ പെട്ടെന്ന് കുനിഞ്ഞ് കൺബോളുകൾ കൊണ്ട് നിലത്തിട്ടിരിക്കുന്ന സൂചി എടുത്തു. കാണികൾ ആഹ്ലാദത്തിൽ അരങ്ങു തകർക്കും വണ്ണം വീണ്ടും വീണ്ടും കരഘോഷം മുഴക്കി. പരിപാടി കഴിഞ്ഞു. അന്നത്തെ കളക്ടർ ഒരു ബ്രിട്ടീഷുകാരൻ, പേര്
ഹോഴ്സ്ലി എനിക്ക് മെഡൽ നൽകാനായി സ്റ്റേജിലെത്തി. മെഡൽ അദ്ദേഹം എൻ്റെ കഴുത്തിലണിയിക്കാൻ ശ്രമിച്ചു. ഞാൻ വിസമ്മതിച്ചു. ഞാൻ നിനക്ക് സഹോദരനെ പോലെയാണ്. എൻ്റെ കഴുത്തിൽ ഇത് അണിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയുടെ സഹോദരിയെ പോലെയാണ്, അതിനാൽ അതെൻ്റെ കൈകളിലേക്ക് തന്നേക്കും. ഞാൻ മറുപടി പറഞ്ഞു. വേദിയുടെ വശത്തു നിന്നും പ്രധാന അധ്യാപകൻ എന്നെ ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം കളക്ടറാണ്, കുഴപ്പമുണ്ടാക്കാതെ ഞാൻ മെഡൽ സ്വീകരിക്കണമെന്ന്. പക്ഷേ ഞാൻ ഉറച്ചു നിന്നു. ഋഷീന്ദ്രമണിയെപ്പോലെ പുരുഷൻ എന്നെ തൊടാൻ ഞാൻ സമ്മതിച്ചില്ല. അതേസമയം കാണികൾ കൈയടിക്കാനും ശബ്ദമുണ്ടാക്കാനും തുടങ്ങി. കളക്ടറോടും മെഡൽ കയ്യിൽ കൊടുക്കാനും സീറ്റിൽ പോയിരിക്കാനും ജനം ആവശ്യപ്പെട്ടു. അദ്ദേഹം എൻ്റെ കയ്യിൽ നൽകി സീറ്റിൽ പോയിരുന്നു. അക്കാലത്തെ കുടഫ് ജില്ലയിലെ പ്രസിഡന്റ് ശ്രീമതി രമ സുബ്ബയ്യയായിരുന്നു. പിറ്റേ ദിവസം സ്കൂളിലെത്തി. അവർ പറഞ്ഞു, ഋഷീന്ദ്രമണി കാരണമാണ് കെട്ടിട നിർമ്മാണത്തിനായി സ്കൂളിന് ഇത്ര ധനം ശേഖരിക്കാനായത്. ഞങ്ങൾ ആ മഹതിയെ ആദരിക്കാനായി വിലയേറിയ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഋഷീന്ദ്രമണിയെ വിളിച്ച് സമ്മാനം സ്വീകരിക്കാൻ അപേക്ഷിച്ചു. ജനം നാലുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുമെന്ന്. എവിടെ നിന്നാണ് ഋഷീന്ദ്രമണി ചെല്ലുന്നതെന്ന് അറിയാം. അപ്പോഴാണ് ഞാൻ ഓടി വരുന്നത്. എൻ്റെ വേഷം നിക്കർ കാവൽക്കാരൻ എന്നെ തടഞ്ഞു. അപ്പോഴേക്കും പ്രധാന അധ്യാപകൻ ഇടപെട്ടുകൊണ്ട് അയാളോട് പറഞ്ഞു, ഇന്നലത്തെ ഋഷീന്ദ്രമണി യഥാർത്ഥത്തിൽ ഈ ബാലനാണ്, അവനെ കടത്തിവിടും. എന്നെ കണ്ട് എല്ലാവരും അമ്പരുന്നു. ശ്രീമതി രമ സുബ്ബമ്മ എന്നെ എടുത്തു പൊക്കി. പിന്നെ വാത്സല്യപൂർവ്വം ഉമ്മ വെച്ചു. കുഞ്ഞ്, നീ എത്രയോ പിഞ്ചു ബാലൻ, പക്ഷേ ഞങ്ങൾക്ക് എത്ര വലുതായ പ്രശസ്തിയാണ് നീ നേടിത്തന്നത്. നിന്നെപ്പോലെ മിടുക്കരായവർ നമ്മുടെ രാജ്യത്തിനുണ്ടെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അവർ എന്നെ വളരെയേറെ പ്രശംസിച്ചു. അന്നു മുതൽ സ്വാമിയോട് അവർക്ക് വലിയ സ്നേഹമായിരുന്നു. അവർ എവിടെ പോയാലും സ്വാമിയുടെ മഹത്വത്തെക്കുറിച്ച് കഥകൾ വിവരിക്കും. ഇങ്ങനെയാണ് സ്വാമി അന്ന് ഉറവക്കൊണ്ടയിൽ ഹൈസ്കൂളിൽ നൃത്തം അവതരിപ്പിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം സമസ്തവും പരമാത്മാവിനൊരു വേദി. ആ ദിവസം മുതലൊന്നും ഭഗവാൻ ശ്രീ സത്യസായി ബാബ അനവധി രൂപങ്ങളിൽ തൻ്റെ ദിവ്യനണ്ണത്താലും സ്വരമാധുര്യത്താലും ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കരിന്തേൽ ദംശനം 1940 മാർച്ച് 8. അന്ന് ഉറവക്കൊണ്ടയിൽ വളരെ ഗൗരവമേറിയൊരു സംഭവം ഉണ്ടായി. ഒരു കരിന്തേൽ സത്യനെ കുത്തി. ബാലന് ഇന്ദ്രിയ ഗ്രഹണശക്തി നഷ്ടമായി. സത്യൻ അബോധാവസ്ഥയിലാണ്ട്. കാട്ടുതീ പോലെ ഈ വാർത്ത വരുന്നു. വളരെയേറെ ജനങ്ങൾ ഇത് കേട്ട് അസ്വസ്ഥരായി. ആ ദിക്കിൽ തേൽ കുത്തുക എന്നാൽ മരണം എന്നത് തന്നെ അർത്ഥം. സത്യന് പല കുത്തിവയ്പ്പുകളും മരുന്നുകളും നൽകി. പ്രയോജനമുണ്ടായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ ബാലൻ മെല്ലെ സുഖം പ്രാപിച്ചു. പിന്നെ സ്വയം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പക്ഷേ ശാരീരികവും മാനസികവുമായി സത്യൻ സമ്പൂർണ്ണ പരിവർത്തന വിധേയമായതുമായി കാണപ്പെട്ടു. കുട്ടിയുടെ ആന്തരിക സത്തയിൽ സുപ്തമായി കിടന്ന ആധ്യാത്മിക സ്ഫുലിംഗം പുടന്നിനെ ഉണർന്ന് ഉജ്ജ്വലിച്ചതുപോലെ തോന്നി. ഇരുണ്ട ഘട്ടത്തിന് ശേഷം മാത്രമേ പരമാത്മാവിൻ്റെ ദീപ്തിപൂരം പ്രകടിതമാവൂ. ശ്രുതീശ്വരൻ ഈ ബാലനോടെ തൻ്റെ ആത്മചൈതന്യത്തിൻ്റെ അളവറ്റ സഞ്ചയം സുനിശ്ചിതമായി വെളിപ്പെടുത്താനും പ്രകടിപ്പിക്കാനും തുടങ്ങുമായിരുന്നു. ചില സമയം സത്യം ചിന്തകൾ മുഴുകിയിരിക്കുന്നത് കാണാം. ചിലപ്പോൾ കുട്ടി സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിട്ടു പാട്ടുപാടി മതപ്രഭാഷണങ്ങൾ നടത്തിയ. ബാലൻ്റെ സ്വഭാവം വിചിത്രവും ഗഹനവുമായിരുന്നു. ശേഷം മഹാരാജ് ഉത്കണ്ഠാകുലയായി. ആശയക്കുഴപ്പം നേരിട്ടു. ഉടൻ തന്നെ വന്നെത്തുവാനായി അദ്ദേഹം മാതാപിതാക്കളെ വിവരം അറിയിച്ചു. വർഷങ്ങൾക്ക് ശേഷം ബാബയുടെ സാന്നിധ്യത്തിൽ ഒരാൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരിക്കൽ സ്വാമി തേൽ കുത്തി. അന്നു മുതലാണ് ആധ്യാത്മിക ശക്തി ലഭിച്ചു തുടങ്ങിയത്. അതിനുശേഷം സംസാരിച്ച സ്വാമി പ്രസ്താവിച്ചു, എനിക്ക് മുമ്പ് സംസാരിച്ചയാൾ പറഞ്ഞു തേൽ കുത്തിയത് മൂലമാണെന്ന് സ്വാമിക്ക് ആധ്യാത്മിക ശക്തി ലഭിച്ചതെന്ന്. എങ്കിൽ അദ്ദേഹത്തിന് 100 കണക്കിന് തേലുകൾ കുത്തട്ടെ, അദ്ദേഹത്തിന് എന്ത് ശക്തിയാണ് കിട്ടുന്നതെന്ന് നമുക്ക് കാണാമല്ലോ. ഈ സംഭവം സ്വാമിയുടെ ചരിത്രത്തിലെ വെറുമൊരു പരിവർത്തന ഘട്ടമെന്നതിൽ സംശയമില്ല. അത് അവിടുത്തെ ദിവ്യശക്തികൾക്ക് കാരണമേ അല്ല. തൻ്റെ ദിവ്യതയുടെ മറനീക്കാനുള്ള അവിടുത്തെ സങ്കല്പം മാത്രമായിരുന്നു അത്. പണ്ഡിതനെ തിരുത്തുന്നു. ഉറവക്കൊണ്ടയിലെ സംഭവത്തിലേക്ക് മടങ്ങാം. ഒരു ദിനം സത്യൻ തന്നിൽ തന്നെ അഗാധമായി മുഴുകിയിരിക്കുന്നു. പെട്ടെന്ന് ഉണർന്ന ബാലൻ പറഞ്ഞു, അടുത്ത വീട്ടിലെ നാരായണശാസ്ത്രി ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലുകയാണ്. പക്ഷേ വ്യാഖ്യാനം ചെയ്യുമ്പോൾ ധാരാളം തെറ്റുകൾ വരുത്തുന്നു. അദ്ദേഹത്തിന് ആളയക്കൂ. സത്യനെ കാണാൻ ചെല്ലുന്നതിനായി പണ്ഡിതനെ ചെന്നു കണ്ടു. കുറച്ചുപേർ അപേക്ഷിച്ചു. അവജ്ഞയോടെ പണ്ഡിതൻ പറഞ്ഞു, അയാളൊരു ചെറു ബാലൻ, എൻ്റെ പാണ്ഡിത്യത്തിൽ തെറ്റ് കാണുന്നു. ആ ബാലൻ എന്തറിയും? പണ്ഡിതൻ ചെല്ലുവാൻ കൂട്ടാക്കിയില്ല. സത്യം നിർബന്ധിച്ചു. ഇപ്രാവശ്യം മധ്യസ്ഥർ വൃദ്ധനായ പണ്ഡിതനെ അനുനയിപ്പിച്ച് സത്യനെ മുന്നിൽ കൊണ്ടുവന്നു. ബാലൻ പണ്ഡിതനെ പറ്റിയ ചില തെറ്റുകളെല്ലാം വിശദീകരിച്ചു. മാത്രമല്ല പുരാണ സംബന്ധമായ ചില ചോദ്യങ്ങളും ചോദിച്ചു. പണ്ഡിതനായ ശാസ്ത്രി തൻ്റെ വീഴ്ചകൾ സമ്മതിച്ചു. മാത്രമല്ല സത്യം പറഞ്ഞ തിരുത്തുകളെല്ലാം സ്വീകരിക്കുകയും ചെയ്തു. ബാലൻ്റെ വ്യുൽപ്പത്തിയിലും നൈപുണ്യത്തിലും ശാസ്ത്രി അമ്പരന്നുപോയി. സത്യൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു. പരമസത്യത്തെക്കുറിച്ചുള്ള അന്വേഷണം മന്ത്രങ്ങൾ, പുണ്യഗ്രന്ഥങ്ങൾ, വേദങ്ങൾ എന്നിവയിലെ അഗാധ പഠനത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ടുള്ള പണ്ഡിതന്മാരെ ഇപ്പോഴും ഭഗവാൻ കണ്ടെത്താറുണ്ട്. തങ്ങളുടെ അഗാധ ജ്ഞാനം പാണ്ഡിത്യപരമായി വ്യാഖ്യാനിക്കുന്നതിൽ അവർ ഏറ്റവും സമയവും ചെലവഴിക്കുന്നു. പഠനത്തിൽ മാത്രം ഏക മനസ്സുമായിരിക്കുന്ന അവർ പാണ്ഡിത്യത്തിലൂടെ നേടാൻ തങ്ങൾക്ക് അഭിലഷിക്കുന്ന പരമസത്യം, തങ്ങളുടെ പഠന വിഷയം ഇതാ മുന്നിൽ തന്നെ മാനവരൂപം പൂണ്ടു നിൽക്കുന്നത്
തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുന്നു. ആത്യന്തിക സത്യം മജ്ജയും മാംസവുമായി മാനവ രൂപത്തിൽ കൈനീട്ടി പിടിക്കാവുന്ന ദൂരത്ത്, പക്ഷേ തീക്ഷ്ണമായ പാണ്ഡിത്യത്തിൻ്റെ സൽക്കങ്ങൾ സമീപത്തുള്ള ആത്യന്തിക സത്യത്തെ തിരിച്ചറിയാൻ അവരെ തടസ്സപ്പെടുത്തുന്നു. ദൂരെ നോക്കി അരികത്തിരിക്കുന്നത് കാണുന്നില്ല. അത്തരക്കാർക്ക് ആവശ്യമായ അന്തർദൃഷ്ടി ഭഗവാൻ സമ്മാനിക്കുന്നു. ഈ സന്ദർഭത്തിൽ രസകരമായൊരു സംഭവം സ്മരിക്കാം. പുരാണ ഗ്രന്ഥങ്ങളിലുള്ള വിഭുവിൻ്റെ അഗാധ ജ്ഞാനം വെളിപ്പെടുത്തുന്ന ഈ സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദസറ ഉത്സവവേള. യജ്ഞം നടക്കുന്ന സമയം. വിപുലമായ സന്നാഹങ്ങൾ തയ്യാറായി. ഇതിനായി പ്രത്യേക വേദിയും ഉയർന്നു. വേദങ്ങളിലും മറ്റു പുണ്യഗ്രന്ഥങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരും സംബന്ധിക്കുന്നുണ്ട്. ചിലർക്ക് ബാബയുടെ ദിവ്യതയിൽ വിശ്വാസമില്ല. ആത്മാർത്ഥമായ പ്രേമവും ഭക്തിയും അവർക്ക് ഇനിയും അവിടത്തോട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ അശ്രദ്ധ, അനാദരവ് കാരണം ഒരു വീഴ്ച വന്നു. പണ്ഡിതന്മാരിൽ ഒരാളുടെ മന്ത്രോച്ചാരണത്തിൽ ഉച്ചാരണപ്പിശകുണ്ടായി. ആരും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് കരുതി പണ്ഡിതൻ മന്ത്രജപം തുടർന്നു. ഉടൻ ഭഗവാൻ അദ്ദേഹത്തിന് നേർക്ക് തിരിഞ്ഞു ഒരു നിമിഷം ഗൗരവമായി നോക്കി. പിന്നീട് കടുപ്പിച്ച് പറഞ്ഞു, ശാസ്ത്രി, അത് വീണ്ടും ശരിയായി ചൊല്ലൂ. ചാട്ടയ്ക്ക് അടിയേറ്റ പോലെ ശാസ്ത്രികൾ വിറച്ചുപോയി. എന്നിട്ട് സ്വാമി കുറ്റമറ്റ വിധം ആ മന്ത്രം ഉച്ചരിച്ചു. കൂടിയിരുന്ന പണ്ഡിതന്മാർ അമ്പരന്നുപോയി. പിന്നെ അവർ സ്വാമിക്കൊപ്പം ശരിയായ വിധം മന്ത്രം ജപിക്കാൻ തുടങ്ങി. ആത്മനിയന്ത്രണം. സത്യൻ്റെ കീർത്തി നാടകം വ്യാപിച്ചു. അത്ഭുതപാലനെ ദർശിക്കാനായി ഉറവക്കൊണ്ടയിലേക്ക് ആളൊഴുകി. അതോടെ നാവുകൾക്ക് വിശ്രമില്ലാതെയായി. ഏതോ ദുർമുഹൂർത്തി സത്യനെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഏതോ പിശാചിന്റെ നിയന്ത്രണത്തിലാണ് കുട്ടി. ഒരു താന്ത്രികനോ മന്ത്രവാദിക്കോ ഇത് സുഖപ്പെടുത്താനാവും. ആകെ കുഴങ്ങിയ ശേഷമരാജു ഒരു ദേവി ഉപാസകനെ കൊണ്ടുവന്ന് അയാളെ സത്യനെ ശകാരിച്ചു. നീ എന്നെ നിത്യവും ആരാധിക്കുന്നു. നീ എൻ്റെ അനുഗ്രഹം എന്നും തേടുന്നു. എന്നിട്ട് എന്നെ ചികിത്സിക്കാൻ വരാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? എൻ്റെ പാദങ്ങളിൽ ആദരപൂർവ്വം പ്രണമിച്ചിട്ട് നല്ല കുട്ടിയായി മടങ്ങും. പാവം, അയാൾ ഭയന്ന് വിറച്ചു. സത്യനെ വന്നിച്ച് സ്ഥലമൊഴിഞ്ഞു. മാതാപിതാക്കൾ സത്യനെ ഉറക്കൊണ്ടയിൽ നിന്നും പുട്ടപർത്തിയിലേക്ക് കൊണ്ടുപോയി. കുട്ടിയെ എല്ലാരിയിലും ധർമാവരത്വമുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിച്ചു. പക്ഷേ അവരാർക്കും പ്രശ്നമെന്തെന്ന് കണ്ടെത്താനായില്ല. ഇടയ്ക്ക് സത്യൻ ഉച്ചത്തിൽ വിളിച്ചു പറയാം, അതാ ദേവതമാർ വരുന്നു, ആരതി എടുക്കൂ. ഇത്തരം ജൽപ്പങ്ങൾ വീട്ടുകാരെ അമ്പരിപ്പിച്ചു, കടുത്ത നിരാശയിലാഴ്ത്തി. അപ്പോഴാണ് കതിരിയിലുള്ള ഒരു ഭയങ്കരനായ ദുർമന്ത്രവാദിയെക്കുറിച്ച് അറിഞ്ഞത്. എത്ര വലിയ കൊടുംപിശാചിനെ അയാൾ ഒഴിപ്പിക്കുമത്രേ. സത്യനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വെങ്കപ്പ രാജു നിശ്ചയിച്ചു. പെൺമക്കളെയും ശേഷമരാജുവും സത്യൻ ഇവരെയും കൂട്ടി അച്ഛൻ കാളവണ്ടിയിൽ യാത്രയായി. ദുർമന്ത്രവാദി കാഴ്ചയിൽ ഭീകരൻ, അഗ്നി പറക്കുന്ന മിഴികൾ. 14 വയസ്സായ സത്യനെ അതിക്രൂരമായ പ്രാകൃതമായ പീഡനങ്ങൾക്ക് അയാൾ ഇരയാക്കി. ബാലൻ്റെ മുടി വടിച്ച ശരീരത്തിൽ ബ്ലേഡ് കൊണ്ട് പല ഭാഗത്തും വലുതായി വരിഞ്ഞു. രക്തമൊലിക്കുന്ന മുറിവുകളിൽ നാരങ്ങാനീരും ഉള്ളിനീരും പുരട്ടി. അതിനുശേഷം മിഴികളിൽ ഒരു കുഴമ്പ് പുരട്ടി. കുപ്രസിദ്ധമായ കലികം, കുത്തിപ്പിളരുന്ന അഹസനീയമായ വേദനയെടുപ്പിക്കുന്ന കുഴമ്പാണ് കലികം എന്ന മിശ്രിതം. അതിനുശേഷം 101 കുടം ജലം, രക്തമൊലിക്കുന്ന പുകഞ്ഞു നീറുന്ന ശിരസിലൂടെ ധാരകോരി. സത്യം നിശബ്ദമായ സഹിഷ്ണുതയോടെ ക്ഷമയോടെ ഈ പശ്ചാത്തലം സഹിച്ചു. നിർഭാഗ്യമായ നിസ്സഹായരായ കുടുംബാംഗങ്ങൾ ഈ രംഗം കണ്ട് ഞെട്ടി. അവർ വിഹുലരായി, പശ്ചാത്തല വിവശരായി. മാന്ത്രികൻ കുറെ കൂടി ക്രൂരനായി. സത്യനിലെ പൈശാചിക ശക്തി തന്നെ അനുസരിക്കുന്നില്ലെന്ന് അയാൾ കരുതി. തങ്ങളുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ഈ ക്രൂരതകൾ കണ്ട് സഹിക്കാനാവാതെ കുഞ്ഞിന് സ്വല്പം ആശ്വാസം കൊടുക്കാൻ വീട്ടുകാർ മന്ത്രവാദിയോട് കെഞ്ചി. സത്യനെക്കുറിച്ച് സുഖപ്പെട്ട ശേഷം വീണ്ടും ചികിത്സയ്ക്ക് കൊണ്ടുവരാമെന്ന് അവർ അപേക്ഷിച്ചു. അങ്ങനെ മന്ത്രവാദിയിൽ നിന്നും വീണ്ടും പീഡനം ഏൽപ്പിക്കാതെ സത്യനെ രക്ഷപ്പെടുത്തി. വർഷങ്ങൾക്ക് ശേഷം ഹരിദാസ് സ്വാമിയുടെ മുമ്പിൽ അവിടുത്തെ ചരിത്രം പാടി പറഞ്ഞു. ഒരു കഠോര ഹൃദയൻ്റെ നിഷ്ഠൂര പ്രകടനാക്കരിയാവുന്ന ഭാഗം എത്തിയപ്പോൾ സ്വാമി തടഞ്ഞു. ആ വിവരണങ്ങൾ കേൾക്കുന്നത് പോലും വേദനാജനകം. ബംഗാരു, അവിടെ വിട്ടേക്കൂ. പിന്നീട് ഒരിക്കൽ യശശരീരനായ കസ്തൂരി ചോദിച്ചു, സ്വാമി, അന്നത്തെ പീഡനകൾ കേൾക്കുന്നത് പോലും അവിടത്തേക്ക് വേദനാജനകം. പിന്നെ എന്തുകൊണ്ട് അന്ന് അതിക്രൂരമായ പൈശാചികമായ ചികിത്സയ്ക്ക് അവിടുന്ന് വിധേയനായി? ഭഗവാന്റെ മറുപടി ഒരു വെളിപ്പാടാണ്. ഈ ശരീരം എന്തൊക്കെ ക്ലേശങ്ങൾക്ക് വിധേയമായ അതൊന്നും എന്നെ ബാധിക്കില്ല. ഞാൻ എല്ലാ തരത്തിലുമുള്ള സുഖദുഃഖങ്ങൾക്കും അതീതൻ. എന്നെ സംബന്ധിച്ച് ഇക്കാര്യം ലോകത്തിന് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ആ കൊടിയ പീഡനമെല്ലാം ഞാൻ ക്ഷമയോടെ സഹിഷ്ണുതയോടെ സഹിച്ചത്. ആ ശിക്ഷകളെല്ലാം ഞാൻ സ്വച്ഛയ ക്ഷണിച്ചതാണ്. കാരണം ഞാൻ അനുഭവിച്ച ക്ലേശങ്ങൾ എൻ്റെ ആധ്യാത്മികതയെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കും. അവർക്കെന്നും വിശ്വാസം വളരും. അനശ്വരമായ ഭക്തി സാമ്രാജ്യത്തിലേക്ക് അവർ പദമൂന്നും. ബെനിക്കൊണ്ടയിൽ ഒരു വക്കീലുണ്ടായിരുന്നു, കൃഷ്ണമാചാര്യലു. അദ്ദേഹം സത്യനെ കാണാൻ പർത്തിയിലെത്തി. കണ്ടു. താൻ വിചാരിച്ചതിനേക്കാൾ ഗുരുതരമാണ് ബാലൻ്റെ അവസ്ഥയെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. ഘടികാചലത്തിലുള്ള ക്ഷേത്രത്തിലേക്ക് സത്യനെ കൊണ്ടുപോകാൻ അദ്ദേഹം മുതിർന്നവരെ ഉപദേശിച്ചു. ഘടികാചലത്തെ ദേവത നരസിംഹമൂർത്തിയാണ്. അവിടെ ചെന്ന സത്യനെ സുഖപ്പെടുന്ന അദ്ദേഹം കരുതി. വക്കീലിൻ്റെ ആ ഉപദേശം കേട്ടപ്പോൾ ചിരിച്ചോട് സത്യം പറഞ്ഞു, ഘടികാചലത്തെ അധിഷ്ഠാന ദേവത ഞാൻ തന്നെ. എനിക്ക് ദർശനം നൽകണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ സായിബാബ. 1940 മെയ് 23 പുട്ടപർത്തിയിലെ വീടിന് മുൻവശത്ത് സത്യൻ ഇരിക്കുന്നു. മധുരപലഹാരങ്ങളും പുഷ്പങ്ങളും സൃഷ്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. ആനന്ദകരവും ഉല്ലാസകരമായ രംഗം. ചിലർ പെദ്ദപരാജുവിൻ്റെ അത്ഭുതകരമായ ഈ രംഗം കാണാനും സന്തോഷിക്കുവാനും ക്ഷണിച്ചു. പാവം പിതാവ് അദ്ദേഹത്തിന് സഹിക്കാനായില്ല. കുതന്ത്രങ്ങൾ കൊണ്ട് കൈവേല കാണിച്ച് തൻ്റെ മകൻ ഗ്രാമീണരെ കളിപ്പിക്കുകയാണെന്നാണ് അദ്ദേഹം കരുതിയത്.
അദ്ദേഹം കയ്യിൽ കിട്ടിയ ഒരു വടിയുമേ സത്യനെതിരെത്തി ദേഷ്യത്തോട് ചോദിച്ചു, നീ ആരാണ്? പറയൂ, എന്നോട് പറയൂ, നീ ദേവനോ അതോ പിശാചോ? സത്യൻ പിതാവിനെ സൂക്ഷിച്ചു നോക്കി, പിന്നെ ശാന്തമായി പക്ഷേ വ്യക്തമായി ദൃഢമായി അരുളി, ഞാൻ സായിബാബ, ഞാൻ ആവസ്തംഭസൂത്രം ഭരദ്വജ ഗോത്രം, നിങ്ങളെയെല്ലാം രക്ഷിക്കാനേ ഞാൻ വന്നിരിക്കുന്നു. ഭയത്താലും മനസ്സംഘർഷത്താലും നിങ്ങൾ മുറിപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പൂർവികൻ വെങ്കാവദൂതൻ നിങ്ങളുടെ ഗൃഹത്തിൽ എൻ്റെ അവതാരത്തിനായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമായി ഞാൻ അവതരിച്ചു. വെങ്കപ്പരാജു ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. തൻ്റെ കയ്യിലിരിക്കുന്ന വടി വഴുതി വീണു. അദ്ദേഹം അറിഞ്ഞില്ല. എന്നാണ് ഒരു നിമിഷത്തേക്ക് പിതാവ് സ്തബ്ധനായി മുഖനായി പോയത്. വെങ്കാവദൂതൻ എന്ന നാമം ചടുതിയിൽ അത്തരമൊരു പരിവർത്തനം അദ്ദേഹത്തിന് വരുത്തിയതെന്തേ? കൊണ്ടമരാജു വെന്തക്കരാജുവിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിൽ ഇടയ്ക്കിടെ വലിയൊരു മഹാത്മാവ് സന്ദർശിക്കുമായിരുന്നു. വെങ്കാവദൂതൻ സദാപുഞ്ചിരികളോടും കമലം അത്യാത്മ പ്രശാന്തിയുടെയും ആനന്ദത്തിൻ്റെയും സജീവ ചിത്രമാണ്. അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രം കീറിപ്പറഞ്ഞൊരു കഷ്ണം മാത്രമായിരിക്കും, പക്ഷേ അദ്ദേഹം അത് ഗൗനിക്കുക പോലുമില്ല. ആ മഹാത്മാവ് ആരുടെയെങ്കിലും ശിരസിൽ കൈത്തലം വെച്ചാൽ ആ വ്യക്തി അഗാധമായ ആധ്യാത്മികാനുഭൂതി വരും. അദ്ദേഹം എവിടെ താമസിക്കുന്നു, എപ്പോൾ അദ്ദേഹം വരും, എവിടെയാണ് പോകുന്നത്, ഇതൊന്നും ആർക്കും അറിയില്ല. എല്ലാ അർത്ഥത്തിലും അദ്ദേഹം ഒരു സന്യാസി. ജലപ്രവാഹത്തിൽ മുങ്ങിക്കിടക്കുന്ന സ്വതന്ത്രമായ തടിക്കഷ്ണം പോലെ പൂർണ്ണ നിസ്സംഗത്വം, പരമത്യാഗഭാവം. ഈ അവസ്ഥയിലെത്തിയ ശ്രേഷ്ഠനായ ഈശ്വര സാക്ഷാത്കാരം നേടിയ പുണ്യാത്മാവിനെയാണ് അവധൂതൻ എന്നറിയപ്പെടുക. ജ്ഞാനത്തിൻ്റെ ഉദാത്ത സാമ്രാജ്യത്തെ പരിചയരായിട്ടുള്ളവരുടെ വിദഗ്ധ അഭിപ്രായത്തിൽ വെങ്കാവധൂതൻ വെങ്കുശനെ പോലെ തന്നെ ശ്രുതിസായിയെ ബാല്യത്തിൽ വളർത്തിയ വെങ്കുശൻ കൊണ്ടമരാജുവുമായി ആധ്യാത്മിക ഭാഷണത്തിലേർപ്പെട്ടിരുന്ന അവധൂതൻ പലപ്പോഴും സമയം ചെലവഴിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം ഇരുവരും വാഴത്തോട്ടത്തിലിരുന്ന് സംസാരിക്കുന്ന സമയം പെട്ടെന്ന് വെങ്കാവധൂതൻ നിശബ്ദനായി പെട്ടെന്നുള്ള മൗനത്തിൻ്റെ കാരണം കൊണ്ടമരാജു തിരക്കി. മറുപടി ഇങ്ങനെയായിരുന്നു, കൊണ്ടമരാജു, ഭൂമാത കരയുന്നു, നിനക്ക് എങ്ങലടി കേൾക്കുന്നില്ലേ? കൊണ്ടമരാജു അവിശ്വാസത്തോടെ അവധൂതനെ തുറച്ചു നോക്കി. വെങ്കാവധൂതൻ തുടർന്നു, ഉടനെ പരമാത്മാവ് സ്വയമേ മാനവരൂപം സ്വീകരിച്ച് ഭൂമിയിൽ അവതരിക്കും. ആ അവതാരത്തിന് സാക്ഷിയായ നിനക്ക് ഭാഗ്യമുണ്ട്. അദ്ദേഹം ഈ വാക്കുകൾ പലതവണ ആവർത്തിച്ചു. അവധൂതൻ കൊണ്ടമരാജുവിനോട് കൈത്തലം തൻ്റെ കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു. അതിനുശേഷം ഉറപ്പിച്ചു പറഞ്ഞു, ഈ അസാധാരണ പ്രവചനത്തിൽ താൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുവെന്ന്. കുറച്ചു കാലം കഴിഞ്ഞ് വെങ്കാവധൂതൻ ഭൗതിക ശരീരം വെടിഞ്ഞു. ഇപ്പോൾ പെദ്ദ വെങ്കവരാജു ആ മഹത്തായ നാമം തൻ്റെ പുത്രൻ പറയുന്നത് കേൾക്കുകയാണ്. ആ ദിവ്യപുരുഷനുമായിട്ടുള്ള കുടുംബത്തിൻ്റെ അടുപ്പം വരാൻ പോകുന്ന അവതാരത്തെക്കുറിച്ചുള്ള വിചിത്രമായ പ്രവചനം. ഇക്കാര്യം അദ്ദേഹം മിന്നൽ പോലെ ഓർത്തു. ഈ വാർത്തയുടെ വിശദവിവരം വൃദ്ധനായ കൊണ്ടമരാജുവിൻ്റെ ചെവിയിലുമെത്തി. അദ്ദേഹത്തിൻ്റെ മിഴികൾ ആനന്ദാശ്രുക്കളാൽ നിറഞ്ഞു തുളുമ്പി. പക്ഷേ അപ്പോൾ അവിടെ ചെറിയൊരു തടസ്സം. അവിടെ കൂടിയിരുന്നവരാരും തന്നെ സത്യൻ പറഞ്ഞ സായിബാബ എന്നൊരാളെ അറിഞ്ഞിരുന്നില്ല. ആരാണ് അദ്ദേഹം? പെന്തമരാജു ഒരു കാര്യം കേട്ടു. പെനിക്കൊണ്ടയിലേക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥലമാറ്റമായി എത്തിയിട്ടുണ്ട്. അദ്ദേഹം സായിബാബ എന്ന ഒരു ഫക്കീറിനെ നിത്യവും ആരാധിക്കുന്നുണ്ട് അത്രേ. അങ്ങനെ ഒരു ദിനം സത്യനുമായി അദ്ദേഹം പെനിക്കൊണ്ടയിലെത്തി. ആ മാന്യൻ കുട്ടിയെ കണ്ടതും പ്രഖ്യാപിച്ചു, കുട്ടിയുടെ തലച്ചോറിന് എന്തോ കുഴപ്പമുണ്ട്, ഉടൻ ആശുപത്രിയിലാക്കുക, ശരിയായ ചികിത്സ നൽകുക. ആ ഉപദേശം കേട്ടവർ സത്യം ചോദിച്ചു, ആരുടെ തലച്ചോറിനാണ് കുഴപ്പം, എനിക്കോ നിനക്കോ? നീ നിത്യവും ആരാധിക്കുന്ന ഈ സായി മജ്ജയും മാംസവുമായി ഇതാ മുന്നിൽ നിൽക്കുന്നു. പക്ഷേ നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, കാരണം തലച്ചോറില്ലാത്തത് കൊണ്ട്. സത്യൻ അയാളോട് കൈനീട്ടി പിടിക്കാൻ പറഞ്ഞു. സത്യൻ്റെ കൈകൾ ചലിച്ചു. വിഭൂതി കൂമ്പാനം സൃഷ്ടിച്ച് അയാളുടെ കൈകളിലേക്ക് ചുരിഞ്ഞു. ഭയന്ന് വിറച്ചു നിന്ന് അയാളുടെ ഗൃഹത്തിൽ വിഭൂതി തൂവുകയും ചെയ്തു. ഒരു വ്യാഴാഴ്ച തടിച്ചുകൂടിയ ജനങ്ങളിൽ ഒരാൾ സത്യൻ സായിബാബയാണെന്നതിന് എന്തെങ്കിലും തെളിവ് ആവശ്യപ്പെട്ട് അയാൾക്ക് തെളിവ് തീർച്ചയായും ആവശ്യമുണ്ടോ എന്ന് സത്യൻ ചോദിച്ചു. പിന്നീട് ബാലൻ കുറച്ച് മുല്ലപ്പൂക്കൾ ആവശ്യപ്പെട്ടു. പൂക്കൾ വാങ്ങി താഴേക്കിട്ടു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പൂക്കൾ സായിബാബ എന്ന തെലുങ്ക് അക്ഷരത്തിൽ താഴെ വീണു. അതോടെ അവരുടെ എല്ലാ സംശയങ്ങളും ഉരുകി ഒലിച്ചു. മഹത്തായ വിജ്ഞാപനം. 1940 ഒക്ടോബർ 20 തിങ്കളാഴ്ച സത്യൻ റൂവക്കൊണ്ടയിൽ ക്ലാസ് മുടങ്ങിയ ശേഷം വീണ്ടും സ്കൂളിൽ പോകുന്നു. സ്കൂളിലേക്ക് പോകും വഴി പെട്ടെന്ന് സത്യൻ പിന്തിരിഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ പുസ്തകങ്ങൾ വലിച്ചെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാനിനി നിങ്ങളുടേതല്ല, മായ പോയി കഴിഞ്ഞു. എൻ്റെ ഭക്തന്മാർ തീവ്രതയോടെ എന്നെ വിളിക്കുകയാണ്. ഉച്ചത്തിലുള്ള ഈ വാക്കുകൾ കേട്ട് സഹോദര ഭാര്യ അടുക്കളയിൽ നിന്ന് ജനവാൽ വഴി പുറത്തേക്ക് നോക്കി. സത്യൻ്റെ ശിരസിന് ചുറ്റും ഒരു തേജോവലയം അവർ കണ്ടു. ഞാൻ പോകുന്നു. ബാലൻ അവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നതെന്തിനോ ആ ജോലി തുടങ്ങാറായി. സത്യൻ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ സഹോദരൻ ശേഷമരാജുവും അയൽവാസി നാരായണ ശാസ്ത്രിയും അവിടെ എത്തി. ബാലൻ്റെ ശിരസിന് ചുറ്റും തേജോവലയം കണ്ട് ശാസ്ത്രി സത്യൻ്റെ പാദങ്ങൾ നമസ്കരിച്ചു. ശേഷമരാജു സ്തബ്ധനായി മൂകനായി നിന്നുപോയി. പ്രഭാവലയത്തിൻ്റെ മഹത്തായ കിരീടവുമായി സത്യൻ നടന്നു. സമീപമുള്ള എക്സൈസ് ഇൻസ്പെക്ടർ ആഞ്ജനേലുവിൻ്റെ വലിയ തോട്ടത്തിലേക്ക് അവിടെ ഒരു പാറക്കല്ലിൽ സത്യനിരുന്നു. ആവേശഭരിതരായി ധാരാളം ഭക്തന്മാർ ചുറ്റുമിരുന്നു. സത്യൻ ഒരു വചനം ചൊല്ലാൻ ആരംഭിച്ചു. ഇന്ന് ലോകം മുഴുവൻ മാറ്റൊലി കൊള്ളുന്ന വചന ഗാനങ്ങളുടെ വിശാല പ്രപഞ്ചത്തിലെ ആദ്യ ഗീതമായിരുന്നു അത്. മാനസപജുരേ ഗുരുചരണം ദുഷ്തര ഭവസാഗര തരണം. ആദ്യമേ നിങ്ങൾ ഭവസാഗരത്തിൽ എത്തുന്ന അറിയുക, പിന്നീട് അത് തരണം ചെയ്യാൻ തീരുമാനിക്കുക. അതിനുശേഷം ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു നാമം ഉറപ്പിക്കുക. ഇനി അവിടുത്തെ മഹിമയെ ശ്രദ്ധയുന്നു. ഹൃദയംഗമമായി ഗുരുചരണ കമലങ്ങളെ കീർത്തിക്കൂ.
അത് ദുസ്തരമായ ജനന മരണ ചക്രമാവുന്ന സാഗരം താണ്ടാൻ നിങ്ങളെ പ്രാപ്തരാക്കും. സത്യനൊപ്പം ഭജന പാടിയപ്പോൾ ഭക്തന്മാർ സർവ്വതും മറന്നു. ചിലർ സാമ്പ്രാണി കത്തിച്ചു, ചിലർ സത്യനെ ചൂമാല അണിയിച്ചു. ഒരു ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനായി തുടങ്ങി. അത് സത്യൻ്റെ മുന്നിൽ ഒരു പാറക്കല്ല് കിടന്നിരുന്നു. അത് തടസ്സമാവുന്നതിനാൽ ഫോട്ടോഗ്രാഫർ അത് നീക്കിവിടാൻ തുടങ്ങി. സത്യൻ പറഞ്ഞു, അതങ്ങനെ ഇരിക്കട്ടെ, ഫോട്ടോ എടുത്തുകൊള്ളൂ. പിന്നീട് ഫിലിം കഴിയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെടുത്തി. ആ ചെറിയ കല്ലിൽ സിദ്ധസായി രൂപം. പൗരാണിക ഗ്രന്ഥങ്ങളിൽ സായി ബാബയുടെ കുറിച്ചുള്ള പരാമർശം. ഡോക്ടർ വി ശാസ്ത്രി ഇന്ത്യയിലെ ആസ്ട്രോളജിക്കൽ റിസർച്ച് സൊസൈറ്റി അംഗം. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മഹർഷി ഈശ്വരന്മാർ കുറിച്ചിട്ട ധാരാളം നാഡീഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിക്കുകയുണ്ടായി. അതിൽ ഭഗവാൻ ശ്രീ സത്യസായി ബാബയെക്കുറിച്ചുള്ള അമ്പരിപ്പിക്കുന്ന പരാമർശം ശാസ്ത്രി കണ്ടെത്തുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിലെ ചില ഭാഗങ്ങൾ താഴെ. അഗസ്ത്യനാടി അരുളുന്നു. മിന്നൽ പിണർ വേഗതയിൽ സത്യസായി ബാബ രോഗികളെ സുഖപ്പെടുത്തും. തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രം അവിടുന്ന് ആരോഗ്യം നൽകും. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. അധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കാം. മാനവകുലത്തിൽ അധ്യാത്മിക പരിശോഭിക്കും. ധർമ്മപുനഃസ്ഥാപനം, ധർമ്മപ്രചരണം, ഇത് രണ്ടുമാണ് ബാബയുടെ ദൗത്യത്തിലെ പ്രധാന പ്രത്യേകതകൾ. ആദ്യാവതാരത്തിൽ അവിടുന്ന് സത്യസായി ബാബയാണ്. അവിടുന്ന് ദയാസ്വരൂപൻ, പ്രേമസ്വരൂപൻ. അവിടുന്ന് പ്രപഞ്ച പിതാവാകുന്നു. അവിടുന്ന് ഈശ്വരൻ്റെ സർവാനുകമ്പയുള്ള അവതാരം, ഗുരു, സംരക്ഷകൻ, ജഗത് പിതാവ് എന്നിവയെല്ലാമായിരിക്കും. ബുധനാടി പ്രവചിക്കുന്നു. ബാബ സദാ ആനന്ദസാഗരത്തിലാണ്ടിരിക്കും. ശുഖനാടി അരുളുന്നു. അവിടുത്തെ ധാമം പ്രശാന്ത നിലയം എന്നറിയപ്പെടും. സത്യം, ധർമ്മം, ശാന്തി, പ്രേമം എന്നീ തത്വങ്ങളിലൂന്നി അവിടുന്ന് ശാന്തി സ്ഥാപിക്കുകയും ലോകം മുഴുവൻ അത് വ്യാപിക്കുകയും ചെയ്യും. മാനവവംശത്തെ സേവിക്കുന്നതിൽ അവിടുന്ന് സദാ ആഹ്ലാദനായിരിക്കും. സമസ്ത ശക്തികളും സിദ്ധികളും അവിടുത്തേക്ക് അധീനമായി. ഈ ദിവ്യാഭാവങ്ങളുള്ളവൻ പൂർവ്വകാലത്തെ സത്യവാസിയായിരിക്കും. അവിടുന്ന് സങ്കല്പസിദ്ധനാകുന്നു. അവിടുന്ന് നിർവികൽപ സമാധി തലത്തിലായിരിക്കും. അവിടുന്ന് ഈശ്വരാവതാരം തന്നെ. ബ്രഹ്മനാടി. ശ്രീ ചിന്നാതുരെ ബ്രഹ്മനാടി നോക്കിയപ്പോൾ ഭഗവാൻ ശ്രീ സത്സായിബായെക്കുറിച്ച് കൃത്യമായ പരാമർശം കണ്ടെത്താനായി. അവിടുത്തെ ജീവിതത്തെ വ്യാഴാഴ്ച പവിത്രദിനമായി മാറും. തൻ്റെ ജീവിത രീതിയിൽ പ്രവൃത്തിയിൽ അവിടുന്ന് പുട്ടപർത്തിയിലെ ഒരു സാധാരണ വ്യക്തി എന്ന മിഥ്യാധാരണ സൃഷ്ടിച്ചെടുക്കും. നാരായണ എന്ന നാമം സ്വീകരിക്കും. ശിവശക്തി അവതാരമായിരിക്കും. സത്യസായിയുടെ പുനരവതാരമായിരിക്കും. പ്രശാന്തമായ ചിത്രാവതി നദീ തീരത്തായിരിക്കും ജന്മം സ്വീകരിക്കുക. പരമശാന്തിയുടെ സ്വരൂപമായിരിക്കും അവിടുന്ന്. പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വളരെ സൂക്ഷിച്ച് സംരക്ഷിക്കുന്ന നാഡിയിൽ ഇങ്ങനെ കാണുന്നു. തമിഴ്നാട്, കേരളം, കർണാടക എന്നിവയാൽ വലയം ചെയ്തിരിക്കുന്ന ആന്ധ്രയിൽ ചിത്രാവതി തീരത്ത് ഈശ്വരൻ സ്വയം അവതരിക്കും. അവിടുത്തെ നാമം സത്യനാരായണൻ. അവിടുന്ന് മഹാനായ യോഗി, പരമോന്നതനായ യോഗി. അവിടുന്ന് ഒരിക്കലും നിദ്രയിലേക്ക് പോവുകയില്ല. പത്മപുരാണത്തിൽ മഹാനായ മഹർഷി പരമേശ്വരൻ കുറിച്ചിട്ടിരിക്കുന്നു. പർത്തി എന്ന ഗ്രാമത്തെ സത്യം എന്ന പേരോടുകൂടി ഒരാൾ ജനിക്കും. ഉയരം 5 അടി 3 ഇഞ്ച്. ലോകം മുഴുവൻ ആകർഷിച്ച് തന്നിരെ ഘടിപ്പിക്കുന്ന ശക്തിയേറിയ കാന്തം പോലെ അവിടുന്ന് പ്രവർത്തിക്കും. വിൽസൺ എന്ന വെള്ളക്കാരൻ പത്മപുരാണം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടെന്ന് ബാബ ഒരിക്കൽ അരുളി. സമ്പൂർണ്ണ ജൈമനി ഭാരതത്തിൽ സത്യസായിയെക്കുറിച്ച് വ്യക്തമായ പരാമർശമുണ്ടെന്നും അത് ആധ്യാത്മികമായി വളരെ ഉയർന്ന വ്യക്തികളുടെ കൈവശമുണ്ടെന്നും സ്വാമി അരുളി ചെയ്തിട്ടുണ്ട്. ശ്രീ അരവിന്ദോ മഹായോഗി മഹർഷി പോണ്ടിച്ചേരിയിൽ തൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം കഠിന തപസ്സിൽ മുഴുകിയിരുന്നു. മാനവവംശത്തിൻ്റെ ആധ്യാത്മിക ഉന്നതിക്കായി അവതരിക്കണമെന്നായിരുന്നു ആ പുണ്യപുരുഷന്റെ പ്രാർത്ഥന. 1926 നവംബർ 24 സമാധിയിൽ നിന്നുണർന്ന് പുറത്തേക്കിറങ്ങി അദ്ദേഹം പ്രഖ്യാപിച്ചു, ഇന്നലെ ഭൂമിയിൽ ഈശ്വരൻ സ്വയം അവതരിച്ചു. തൻ്റെ അനന്തമായ ദിവ്യശക്തിയിൽ അവിടുന്ന് മാനവകുലത്തിൻ്റെ മനസ്സ് ദൂരത്തിലേക്ക്, ഉദാത്ത ലക്ഷ്യത്തിലേക്ക് നിയന്ത്രിച്ചു വിടും. സമസ്ത ഹൃദയങ്ങളിലും അവിടുന്ന് ആധ്യാത്മിക ദീപം കൊളുത്തും. അവിടുത്തെ ദൈവിക നാദം മാനവവംശത്തിൻ്റെ മുഴുവൻ ചെവികളിൽ മുഴങ്ങും. അവതാര ദിനത്തെക്കുറിച്ചുള്ള മഹർഷിയുടെ പരാമർശത്തിൽ നിന്നും അന്ന് ശ്രീ സത്യസായിയാണെന്ന് വളരെ വ്യക്തം. പ്രവാചകനായ മുഹമ്മദിൻ്റെ ശരീരത്യാഗത്തിന് ശേഷം 7 നൂറ്റാണ്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ 25 വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ചു. ഈ ശേഖരത്തിൻ്റെ പേര് ഓഷൻ ഓഫ് ലൈറ്റ്. ലോകത്തിനി വരാൻ പോകുന്ന ഗുരുവിൻ്റെ പ്രതീകാത്മകമായ ധാരാളം ലക്ഷണങ്ങൾ ഈ ഗ്രന്ഥങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അവ ചുവടെ. ശിരസിൽ കനത്ത മുടിയുണ്ടായിരിക്കും. നെറ്റി വിശാലം, കവിളിൽ മറുക്, വൃത്തിയായ ക്ഷൗരം ചെയ്ത മുഖം, ഒരു ജോഡി വസ്ത്രം ധരിക്കും. അഗ്നിപ്രഭയാർന്ന ചുവന്ന നിറം വസ്ത്രത്തിന്. മുഖത്തിൻ്റെ നിറം ചിലപ്പോൾ ചെമ്പ് കണക്കെ, ചിലപ്പോൾ സ്വർണം പോലെ, മറ്റു ചിലപ്പോൾ തവിട്ട് നിറം, ചിലപ്പോൾ ചന്ദ്രനെ പോലെ. ശരീരവും ചെറുതായിരിക്കും. സ്ത്രീകളിലെ പോലെ പാദങ്ങൾ. ജനനം മുതലേ സമസ്ത ജ്ഞാനവും അവരിൽ ഉണ്ടായിരിക്കും. ലോകമതങ്ങളിലെ സമസ്ത നിയമ സമുച്ചയവും തത്വങ്ങളും അവന് ജനനം മുതലേ ഉണ്ട്. ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതെന്ന് നൽകുവാൻ അവിടുത്തെ കഴിയും. ലോകത്തിലെ സമസ്ത സമ്പത്തുക്കളും അവിടുത്തെ പാദങ്ങളിലെത്തും. അവിടുന്ന് ഭക്തരുടെ ഇടയിലൂടെ പോകും. അവർക്കിടയിലൂടെ സഞ്ചരിച്ച് ശിരസിൽ സ്പർശിക്കും. അവനിൽ മിഴികൾ ഉറപ്പിക്കുന്നവർ പരമാനന്ദം അനുഭവിക്കും. കുന്നിൻ മുകളിൽ താമസമാക്കുന്ന 95 വർഷത്തോളം അവിടുന്ന് ശരീരനായി ഉണ്ടാകും. അവിടുന്ന് ലോകം ശാന്തിപൂർണ്ണമാക്കും, പ്രശാന്തമാക്കും. ഈ ലോകേശ്വരൻ തൻ്റെ രൂപങ്ങൾ ശരീരത്തിൽ നിന്നും വായിൽ നിന്നും സൃഷ്ടിക്കും. ഈ രീതിയിൽ 27 പരാമർശങ്ങൾ. ഇവയെല്ലാം വ്യക്തമായും തെറ്റില്ലാതെയും ഭഗവാൻ ശ്രീ സത്സായി ബാബയെ സംബന്ധിപ്പിക്കുന്നതാണ്. നോസ്റ്റർ
16-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ ഫ്രഞ്ചുകാരൻ ഭാവി പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറീസ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വരാൻ പോകുന്ന ലോകത്തിൻ്റെ ഭരണാധികാരി വ്യാഴാഴ്ചകൾ പവിത്രദിനമായി ഗണിക്കും. അവിടുത്തെ അനന്തമായ ശക്തിയിൽ ജ്ഞാനത്തിൽ ലോകത്തിലെ സമസ്ത രാജ്യങ്ങളും അത്ഭുതപ്പെടും, അംഗീകരിക്കും. ലോകത്തിൻ്റെ എല്ലാ ദിക്കിൽ നിന്നും ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങാനെത്തും. ബൈബിളിൽ വെളിപാട് ഭാഗം മഹാഗുരുവിൻ്റെ ആഗമനം വിവരിക്കുന്നു. ഒരു മാലാഖ ജോണിന് മുന്നിലെത്തി വെളിപ്പെടുത്തി, അതാ ഒരു വെള്ളക്കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ വിശ്വസ്തനെന്നും സത്യവാനെന്നും വിളിക്കപ്പെടുന്നു. അവൻ്റെ കണ്ണുകളിൽ അഗ്നി പോലെ ശിരസിൽ അനേകം കിരീടങ്ങൾ. അവൻ രക്തനിറമുള്ള അങ്കി ധരിച്ചിരിക്കുന്നു. ദൈവവചനം എന്ന പേരിലാണ് അവൻ വിളിക്കപ്പെടുന്നത്. മൂർച്ചയുള്ള വാൾ അവൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്നു. കരുണയുടെയും പ്രേമത്തിൻ്റെയും മൂർത്തിരൂപമായ ഭഗവാൻ ശ്രീ സത്യസായി ബാബ ഇങ്ങനെ നിരവധി മതപരമായ പുണ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെടുന്നു. അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ പ്രണാമങ്ങൾ. ശ്രീ സത്യസായി പരബ്രഹ്മേണ നമഃ. ശാന്തി ശാന്തി ശാന്തി. 4-ാം അധ്യായം സമാപ്തം.